ഈ തെരഞ്ഞെടുപ്പിൽ ഈ ചർച്ച നടക്കുന്ന പോലെ തന്നെയാണ് ഏറ്റവും വലിയ കാപ്പട്യത്തിൻ്റെയും ഹിപ്പോക്രസിയുടെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇപ്പം ഞാൻ വരുന്ന സമയത്ത് കണ്ടുകൊണ്ടിരുന്ന ഒരു ചിത്രമാണിത്. ഈ ചിത്രത്തിൽ ഈ സമയത്ത് തന്നെ ബംഗാളിലെ കാളിഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബൈ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാളിഗഞ്ചിൽ ഒരു വണ്ടിയിൽ ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രചരണത്തിന് പോകുമ്പോൾ ആ കോൺഗ്രസിന്റെ കൊടിയും കെട്ടിയിട്ടുണ്ട്, CPM കൊടിയും കെട്ടിയിട്ടുണ്ട്. ഒറ്റ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞാല് ഈ ഞാനൊന്ന് പറഞ്ഞു തീർക്കണം. ഈ ഒരു ബോർഡർ കടന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരു കൂട്ടരായിട്ട് നിൽക്കുന്നവരാണ്. എന്തിനാണ് ഇവിടെ ഒരു പ്രഹസനത്തിന്റെ തെരഞ്ഞെടുപ്പ്? നമ്പർ 1 എന്റെ ക്വസ്റ്റ്യൻ നമ്പർ 1. നമ്പർ 2, ഈ ചർച്ച ഞാൻ ഇവിടെ എത്താൻ കാരണം, വൈകാൻ കാരണം ഏകദേശം 3 കിലോമീറ്റർ അപ്പത്തുനിന്ന് 1.25 മണിക്കൂർ എടുത്ത് എനിക്ക് ഇവിടം വരെ എത്താൻ വേണ്ടിയിട്ട്. ഇവിടെ പറഞ്ഞു ശരിയാണ്, തെരഞ്ഞെടുപ്പ് പ്രചരണം കൊണ്ടാണ്. എൻ്റെ ലോക്കൽ ഡ്രൈവർ പറഞ്ഞു ശരിയാണ്, അത് കാരണം ഒരു അരമണിക്കൂർ എക്സ്ട്രാ കിട്ടിക്കാണ്. എന്നാലും 3/4 മണിക്കൂർ എടുക്കും ആ 3 കിലോമീറ്റർ താണ്ടാൻ. അദ്ദേഹം വികസനത്തിന്റെ ഒരു നേർചിത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്റെ വിഷമം അതൊന്നുമല്ല. ഇത്രയും നേരം ഡിസ്കസ് ചെയ്തപ്പോൾ നിലമ്പൂരിന്റെ വികസനത്തെ കുറിച്ച് സംസാരിക്കാൻ സമയം കണ്ടെത്താതെ ബാക്കി അനാവശ്യമായ ഇപ്പൊ വരുന്ന വഴിക്ക് പോത്തുകൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇന്നലെ രാവിലെ പ്രചരണത്തിന് പോയപ്പോൾ പോത്തുകൽ എന്ന് പറയുന്ന സ്ഥലത്ത് കാലങ്ങളായിട്ടൊരു പാലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികൾ ഇപ്പോഴും ചങ്ങാടത്തിൽ കയറിയാണ് ഇപ്പോഴും യാത്ര ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇവരൊന്നും വികസനത്തിന്റെ കാര്യം ചർച്ച അനാവശ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ നിങ്ങൾ ആദ്യത്തെ സ്റ്റാൻഡ് പുറത്തു വന്നതുപോലെ നിങ്ങൾ മത്സരിക്കാതിരുന്ന പോരായിരുന്നോ? ഇപ്പൊ ഈ പറഞ്ഞ 10,000 വോട്ടല്ലേ കിട്ടൂ നിങ്ങൾക്ക്? ഞങ്ങളൊരു ജനാധിപത്യ പാർട്ടിയാണ്. ഇതിന് ഞങ്ങളുടെ ഒരു അവസരമാണ്, വികസനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുള്ള അവസരമാണ്. കാരണം ഞങ്ങൾക്ക് പറയാൻ ക്രെഡിറ്റ് ഉണ്ട് സർ. കാരണം ഇവിടെ ആലപ്പുഴ കൊല്ലം ബൈപ്പാസ് ഞങ്ങൾ എപ്പോഴും എടുത്തു പറയുന്ന ഉദാഹരണമാണ്. ഇവർക്ക് 30 വർഷമായിട്ട് ഇവിടുത്തെ ബൈപ്പാസ് പദ്ധതി ഒന്ന് അനക്കാൻ സാധിച്ചിട്ടില്ല. 4 വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കി കാണിച്ചില്ലേ ആ ബൈപ്പാസ് പദ്ധതി? 40 വർഷമായിട്ടുള്ളത്. ഈ വികസനവുമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു അവസരമാണ്. കാരണം കേരളത്തിൽ വളരുന്ന ഒരേ ഒരു പാർട്ടി മാത്രമേ ഉള്ളൂ, അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഓരോ അവസരവും ഞങ്ങൾക്ക് വളരാനുള്ള ഓരോരോ അവസരമാണ്. 2016 കിട്ടിയ വോട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ള